ഇങ്ങനെയുള്ള പൊടിക്കുഞ്ഞുങ്ങളായിരുന്നു ഇവർ. എത്ര പെട്ടെന്നല്ലേ വളർന്നത്. ഇപ്പോൾ കണ്ടില്ലേ കൂവാൻ തുടങ്ങിയിരിക്കുന്നു. 2 മാസം കൊണ്ട് തന്നെ കൂവാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ശരിക്കും ശബ്ദമൊക്കെ മാറിയിട്ട് നല്ല രീതിയിൽ കൂവാൻ തുടങ്ങിയിട്ടുണ്ട്. മറ്റു കോഴികളെക്കാൾ നല്ല വളർച്ചയുണ്ട് ഇവർക്ക്. ഈ മാസം 20-ാം തീയതിക്ക് 3 മാസമാവും. എനിക്ക് തോന്നുന്നു അടുത്ത മാസം തന്നെ മുട്ടയിട്ട് തുടങ്ങുന്നതാണ് തോന്നുന്നത്. ഈ രീതിയിലാണെങ്കിൽ വളർച്ച. ഇപ്പോൾ ഇവർക്ക് ഞാൻ ഒരു മരുന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഒരു മരുന്നോ വാക്സിനോ ഒന്നും കൊടുത്തിട്ടില്ല. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നുണ്ട്. അപ്പോൾ അതിനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഏതൊരു ജീവിക്കും മനുഷ്യനായാലും അത് സന്തോഷമായിട്ട് ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ആയിട്ട് ജീവിക്കും. അതിന് വേറെ പ്രത്യേകിച്ച് മരുന്നൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ജീവിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, ഒരു അസുഖങ്ങളും ഇല്ല. പിന്നെ പുറത്തേക്കൊന്നും തുറന്നു വിട്ട് വളർത്താതിരിക്കാൻ നല്ലത്. നമ്മുടെ കോമ്പൗണ്ടകത്ത് തന്നെ അവർ ഹാപ്പി ആയിട്ട് വളരണം. അതിന് വേണ്ടിയിട്ടാണ് ഉള്ള സ്ഥലത്ത്, നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ആകെ 12 സെൻറ്റ് ഉള്ളൂ. അതിനകത്താണ് ഈ വീടും മത്സ്യങ്ങളും പച്ചക്കറിയും കോഴിയും മുയലും നായയും ഒക്കെ ഉള്ളത്. അപ്പോൾ ഉള്ള സ്ഥലത്ത് നമ്മൾ ഉള്ള രീതിയിൽ കുറഞ്ഞ സ്ഥലത്ത് അവർക്ക് ഒന്ന് നടന്ന് ചികിത്സ ചെയ്യാനുള്ളൊരു സാഹചര്യം, അവർക്കൊരു സന്തോഷകരമായിട്ടൊരു ജീവിതം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹെൽത്തി ആയിട്ട് തന്നെ അവർ വളരും. ഏതൊരു ജീവിയായാലും. മറ്റ് ജീവികളൊന്നും ഇങ്ങോട്ട് കടക്കാതിരിക്കാനാണ് നമ്മൾ ഈ മതിലൊക്കെ ഒന്ന് ഉയർത്തി കെട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് തുറന്നിട്ട് വളർത്തവരെ. ഒരു കാരണവശാലും മറ്റുള്ള ജീവികൾ വരുന്നില്ല. നമ്മുടെ അടുത്ത് 2 നാടൻ നായകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ തുറന്നിട്ട് വളർത്തുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. ഇവർ നല്ല സ്ട്രോങ് ആണ് ഈ നായ്ക്കൾ. മേലെന്ന് വരുന്ന ജീവികളൊക്കെ ഈ നായ്ക്കൾ ഓടിക്കാറുണ്ട്. ഒരു സാധനത്തിനെ അടുപ്പിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് തുറന്നിട്ട് വളർത്താം. മേലെന്നുള്ള യാതൊരു അറ്റാക്ക് ഉണ്ടാവില്ല. പിന്നെ പുറത്തുനിന്നുള്ള നായ്ക്കളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മതിൽക്കെട്ടൊക്കെ ഒന്ന് ഉയർത്തി കെട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് തുറന്നിട്ട് വളർത്താം. പിന്നെ നമ്മുടെ വീടിൻ്റെ സൈഡിലേക്ക് തുറന്നു വിടാത്തത് നമുക്ക് അവിടെ ഇവരുടെ കാഷ്ടമൊക്കെ വന്നിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ് ഇവരെ ഒന്ന് വേർതിരിച്ചിട്ട് ആ ഒരു ഭാഗം അവർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. യാതൊരു ബുദ്ധിമുട്ടുമില്ല.